ഒരു ചെറുതിരിയിൽ നിന്നായിരം നാളങ്ങൾ കൈമാറി പകരുന്ന പോലെ, ഒരു ചെറുതിരിയിൽ നിന്നായിരം നാളങ്ങൾ കൈമാറി പകരുന്ന പോലെ. ആതുരസേവനം മാത്രം മുന്നിൽ കണ്ട് യുദ്ധഭൂമിയിലെ പട്ടാളക്കാരെ ശുശ്രൂഷിക്കാൻ ഒരു വിളക്കുമെടുത്ത് ഞങ്ങൾക്ക് മുൻപേ പോയ ഞങ്ങളുടെ വഴികാട്ടി, വിളക്കേന്തിയ വനിത. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആ നന്മമരം കത്തിച്ചു തന്ന വിളക്കിൽ നിന്ന് തിരികൊളുത്തി ഇന്നും കോടാനുകോടി ജനങ്ങൾ, കോടാനുകോടി മനുഷ്യർ ഈ ലോകം മുഴുവൻ പ്രകാശം നിറഞ്ഞ് ജ്വലിച്ചു നിൽക്കുന്നു. ഞാൻ ഉൾപ്പെട്ട നഴ്സിംഗ് സമൂഹം ഇന്ന് ഈ പാത തുടരുന്നത് സേവനത്തെക്കാൾ ഉപരി ശമ്പളത്തെ മുൻനിർത്തിയാണെന്നുള്ള വസ്തുത നിലനിൽക്കലും പലരും മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ അല്പം ദൈവികത കൂടിയേ തീരൂ. നഴ്സിംഗ് എന്ന ഒറ്റ ലക്ഷ്യവുമായി വന്ന് പല വഴിയിലേക്ക് തിരിഞ്ഞുപോയ എന്റെ കൂട്ടുകാർ എന്നെ പഠിപ്പിച്ച പാഠമാണത്. തനിക്ക് മുൻപിൽ കിടക്കുന്ന രോഗിയെ സഹതപിച്ചുകൊണ്ട് നോക്കുന്ന, മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരായി ചിരിച്ചുകൊണ്ട് നാളെയുടെ ചിറകുകൾ വിരിച്ചു പിടിക്കാൻ ആത്മധൈര്യം കൊടുക്കുന്ന ഭൂമിയിലെ മാലാഖമാർ. വികാരങ്ങൾ കല്ലാക്കി മാറ്റുമ്പോഴും ഉത്തരവാദിത്തത്തെ അവകാശമായി കാണുമ്പോഴും മനസാക്ഷി നഷ്ടപ്പെട്ട വർഗമെന്ന് പലപ്പോഴും കുത്തുവാക്കുകൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു സമൂഹം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ ഡോക്ടർ എന്താ റൗണ്ട്സിന് വരാത്തതെന്ന് ചോദിച്ച് നഴ്സിനെ വഴക്ക് പറയുന്ന ഒരു രോഗിയോ ബൈസ്റ്റാൻഡറോ ഡോക്ടറെ നേരിൽ കാണുമ്പോൾ സാർ എന്താണിന്ന് റൗണ്ട്സിന് നേരം വൈകി വന്നതെന്ന് ചോദിക്കുന്നതെന്ന് ഞാൻ കണ്ടിട്ടേയില്ല. അത് നമ്മുടെ നാട്ടിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകമായ ആചാരമാണ്. സത്യം പറഞ്ഞാൽ നഴ്സിംഗ് എന്ന ജോലിക്ക് ഒരു പരിഗണനയുണ്ട് എന്ന് തോന്നി തുടങ്ങിയത് നാട്ടിൽ നിന്ന് പുറത്തുപോയി ജോലി ചെയ്തു തുടങ്ങിയതിന് ശേഷമാണ്. ഒരു രോഗിയോട് ഇപ്പോൾ നിങ്ങൾക്ക് സുഖമാണോ എന്ന് ചോദിച്ചാൽ അത് ഞങ്ങളുടെ കടമയായി കാണാതെ തങ്ങളോടുള്ള സ്നേഹമായി മനസ്സിലാക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ. നഴ്സിംഗ് എന്ന എന്റെ ആഗ്രഹത്തിന് കൂട്ടുനിന്ന എന്റെ മാതാപിതാക്കൾ, നഴ്സിംഗിന്റെ ആദ്യാക്ഷരങ്ങൾ കുറിച്ചു തന്ന പ്രിയ അധ്യാപകർ, കൈപിടിച്ച് നടത്തിയ സീനിയേഴ്സ്, ഒപ്പം കൂട്ടിയ കൂട്ടുകാർ, ഒരുമിച്ച് ജോലി ചെയ്ത ഒരുപാട് സഹപ്രവർത്തകർ, പിന്നെ പേരോർമ്മയില്ലാത്ത, മുഖമോർമ്മയില്ലാത്ത എന്നിലെ നഴ്സിന്റെ കുത്തുകൾ ഒരുപാട് ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു കൂട്ടം മനുഷ്യർ. യാത്ര തുടരുകയാണ്. മരുന്നുകളിലൂടെ ശരീരത്തിന്റെ വേദന മാറ്റാൻ വേണ്ടി മാത്രമല്ല, ചിരിയിലൂടെ, സ്വാന്തനത്തിലൂടെ മനസ്സിന്റെ വേദന മാറ്റാൻ കൂടി വേണ്ടി ഭൂമിയിലെ മാലാഖമാർ. കോവിഡ് എന്ന പടക്കളത്തിലും പരിചയമില്ലാതെ പോരാടിയ പോരാളികൾ. അഭിമാനത്തോടെ പറയട്ടെ, ഞാനും ഒരു നഴ്സാണ്. നിങ്ങൾ വീട്ടിലിരുന്നപ്പോഴും നിങ്ങൾക്ക് വേണ്ടി വീട്ടിലിരിക്കാത്ത ലക്ഷോപലക്ഷം മനുഷ്യരിൽ ഒരാൾ. ഹാപ്പി നഴ്സസ് ഡേ ടു ഓൾ മൈ വണ്ടർഫുൾ നഴ്സസ്. ഗോഡ് ബ്ലെസ് യു.